And I welcome all the parents and adorable students and our teachers. And now it's my turn to welcome our honorable guest. പക്ഷെ അവരെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് it gives me immense pride to read their profile for you to know. അതിൽ ഫസ്റ്റ് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് വരുന്നത് മിസ് സ്വാലിഹയാണ്. എനിക്ക് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് വലിയൊരു കൺഫ്യൂഷനാണ്. ബിക്കോസ് സ്വാലിഹ എന്ന് പറയുന്നത് LKG മുതൽ +2 വരെ ഞങ്ങളുടെ ഈ ക്യാമ്പസിൽ പഠിച്ചിട്ട് വളർന്ന കുട്ടിയാണ്. അപ്പോൾ പൊതുവേ ഞങ്ങൾ ടീച്ചേഴ്സിനെ മോളെ എന്നാണല്ലോ പറയാ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റാണ്. അപ്പോൾ മാഡം എന്നാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. I take the liberty to address you as madam. Though it will be little embarrassing for her. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ I feel that it's the biggest achievement and biggest reward and award for teachers community. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, വേറെ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യുന്നു, മാസാവസാനം ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു, ഇറ്റ്സ് ഡൺ. ബട്ട് ടീച്ചിങ് ഈസ് ദ ഓൺലി നോബൽ പ്രൊഫഷൻ where we get the reward throughout our life. അതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റിമോണിയലാണ് മോള്. ബിക്കോസ് മോള് പാസ് ഔട്ട് ആയിട്ട് പോയി, എന്നിട്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായ സ്വിമ്മിംഗ് കോച്ചിങ്ങിൽ ഓണറബിൾ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടാണുള്ളത് ഇനോഗ്രേഷന്. I feel it's one of the biggest and proudest moment for teachers community of Progressive English School. And Wadi Huda, I request all of you to give a huge round of applause and welcome Swaliha. So സ്വാലിഹയുടെ അച്ചീവ്മെൻറ്റ്സ് ഞാൻ ഫുൾ വായിക്കാൻ നിന്നാൽ ഇന്ന് ഒരുപാട് ടൈം എടുക്കും. പക്ഷെ എന്നാലും അതിൽ കുറച്ചൊന്ന് ഞാൻ വായിക്കാൻ ഇവിടെ ശ്രമിക്കാം. So begin with, she is an environmental activist and athlete who began her journey in nature conservation as early as her LKG days. Her life is a blend of daring adventure and a commitment to protecting the planet. I would like to read out some of her adventures. In 7th grade, she undertook a kayaking expedition from Chutad beach through the Palengadi river to spread the message, save our river and water bodies. She also completed a 40-kilometer kayaking journey across rivers, seas and canals. She travelled from Payyanur to Palengadi on roller skates, planting saplings along the way to promote afforestation. As an accomplished swimmer, she swam 10 kilometers from Payyanur to Palakkad to raise awareness for nature conservation. ഇനി കുറച്ച് ഒരുപാട് എന്താ പറയുക, മഹാസാഗരത്തിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം എടുക്കുന്നത് പോലെ ഞാൻ കുറച്ചൊരു അവാർഡ്സ് ഇവിടെ വായിക്കുകയാണ് സമയപരിധിയുള്ളതുകൊണ്ട്. ഉജ്വല അവാർഡ്, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ്, നന്മമരം സ്റ്റേറ്റ് എൻവയൺമെന്റ് അവാർഡ്. ദെൻ ഇൻ എഡ്യൂക്കേഷൻ ലെഗസി, എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഗൂസ് ബംസ് ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. സാധാരണ എന്ന് വെച്ചാൽ ഞങ്ങൾ ബയോപിക്സും ബയോഗ്രഫീസും ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു ജീവിതകാലം മുഴുവനുള്ള പ്രയത്നത്തിന് വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് 60-70 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് ഓരോ ലെജൻസിന്റെ ബയോഗ്രഫീസും ബയോപിക്സും ഒക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് ഹർ ഗ്രാജുവേഷൻ, റൈറ്റ്? ഇപ്പൊ ഗ്രാജുവേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ സ്വാലിഹയുടെ പേരിൽ ഒരു ചാപ്റ്റർ തന്നെ വന്നിരിക്കുകയാണ് grade 5 CBSE ബുക്കിൽ. സോ her life streams is featured as a chapter with the title Challenger in CBSE 5th grade EVS textbook by Vidya Council. അതായത് ഞങ്ങൾ മക്കളൊക്കെ പഠിക്കുന്ന EVSന്റെ ടെക്സ്റ്റ് ബുക്കിൽ സ്വാലിഹയുടെ പേരിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് EVSൽ. I don't know why you are sitting quietly. Can you give a huge round of applause? ഇത് കേട്ട് തരിച്ചിരിക്കുകയാണോ, അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണോ, വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുകയാണോ? ഇത് തീരെ പോരാ ഈ കയ്യടി. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ യങ് ഏജ്. നമ്മളെ മക്കൾ പഠിക്കുന്ന ഒരു CBSE ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ തന്നെ ഒരാളുടെ പേരിൽ വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെന്റ്. ഈ സ്പോർട്സിലെ അച്ചീവ്മെന്റ്സ് ഞാൻ വായിക്കാം. ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്, കുറച്ചേ വായിക്കുന്നുള്ളൂ. She bagged the 4th place in International White Water Kayaking, which is held in Kozhikode. She won numerous awards and international kayaking championships, bagged 1st position in international kayaking, both singles and doubles, and secured 4th position in white water kayaking, and has been selected for national level. ഇനി നാഷണൽ ലെവലിലേക്ക് പോവാണ്. I hope and I request that you please clap for her, and she bags the first in that also. ആൻഡ് ഞങ്ങൾ എപ്പോഴും വെൽക്കം സ്പീച്ചിലൊക്കെ ഞങ്ങളെ ഗസ്റ്റിനെ ആണ് വെൽക്കം ചെയ്യുന്നത്. പക്ഷെ അതേ ഒരു സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡോടു കൂടിയും എനിക്ക് സ്വാലിഹയുടെ പേരൻസിനെ കൂടിയും ഒന്ന് വെൽക്കം ചെയ്യണമെന്നുണ്ട്. റഫീഖ് സർ ആൻഡ് ജാസ്മിൻ മാം, ദിസ് ഇസ് സ്വാലിഹാസ് പ്രൗഡ് പേരൻസ്.
റെഡ് ശക്തി റെഡ് FM റെഡ് ശക്തി അവാർഡ്, സോറി ഞാനത് വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്, ഇപ്പം റീസെന്റ് മോൾക്ക് കിട്ടിയ അവാർഡാണ്. അതിൽ മോളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച് കേൾക്കുമ്പോൾ അതിൽ പറഞ്ഞത് ഞങ്ങളുടെ വാദിഹുദ സ്കൂളിനെ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തിട്ട് എല്ലാ ടീച്ചേഴ്സിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പേരൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബീങ് എ പേരൻറ്റ്, ഞാനടക്കം ഞങ്ങളെ മക്കളുടെ സ്കൂളിൽ ആകെ 3 അല്ലെ മെയിൻ ആയിട്ടുള്ള മീറ്റിംഗ്സേ ഉണ്ടാവാറുള്ളൂ, ടേം 1, ടേം 2, ടേം 3. അതിന് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ബിക്കോസ് വി പ്രയോറിറ്റൈസ് അവർ ജോബ് ഓർ വി പ്രയോറിറ്റൈസ് അവർ ഓൺ തിങ്സ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും പോകാൻ പറ്റാണ്ട് നിൽക്കാറുണ്ട്. അതേസമയം സ്വാലിഹയുടെ ഉപ്പ റഫീഖ് സർ മോളൊരു കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് മുമ്പേ ആദ്യം പോയി എല്ലാം അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സും അവിടുത്തെ എൻവയറമെന്റും കാര്യങ്ങളെല്ലാം നോക്കി വരും. പിന്നെ മോള് ഇന്ന് ജസ്റ്റ് ഒരു ഞങ്ങളൊക്കെ പോലുള്ള ഒരു സാധാരണക്കാരിയിൽ നിന്ന് ഇന്നൊരു സെലിബ്രിറ്റിയായി ഇവിടെ വന്നിരിക്കുന്നതിലെ കാരണം ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു നിഴല് പോലെ മോളുടെ കൂടെ നിന്ന് മോൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്ത ഈ ഉപ്പയാണ് റഫീഖ് സർ. ആൻഡ് ഉമ്മേനെ കുറിച്ചിട്ടും പരാമർശിക്കുന്നതായി ഞാൻ കണ്ടു, ഒരു വീഡിയോയിൽ ചെറിയ ക്ലിപ്പിൽ കണ്ടു. അതായത് നമ്മളൊക്കെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ നമ്മളൊരു ഇവന്റിന് പോകുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ട ജ്യൂസ് അടക്കം എല്ലാം പാക്ക് ചെയ്തിട്ടാണ് മാം കൊടുത്തുവിടുക എന്ന് പറഞ്ഞു. സോ ദീസ് 2 parents are really inspiration for all of us parents. I request you all to give a huge round of applause. Hats off to you, sir and ma'am.